എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്നറിയാം. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ്സ് കണ്ടപ്പോൾ മനസ്സിലായി. ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരുടെയും സന്തോഷങ്ങളും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ പേഴ്സണലായിട്ടും മെയിലായിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ ഒരുപാട് പേര് എന്നും പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താ പറയാ, ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം ഒരുപാട് ക്ലാസ്സുകളിൽ പോയിട്ടും പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിലൂടെ പഠിക്കാൻ സാധിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ ആ ഒരു സന്തോഷമൊക്കെ നമുക്ക് പറയാൻ വാക്കുകളില്ല. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ക്ലാസ്സുകളിൽ പോയി പഠിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റാത്തവര്, അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയതിനു ശേഷം പഠിക്കുന്നവര്, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളിൽ പറയുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് പലതവണ പറഞ്ഞു തന്നിരിക്കും. ഒരു 5 മിനിറ്റിലോ 10 മിനിറ്റിലോ തീരുന്ന ക്ലാസ് ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യം തന്നെ ആവർത്തിച്ച് പലതവണ പറയും. ക്ലാസ് തുടങ്ങുമ്പോൾ ആ ഒരു കാര്യം പറയുന്നതേ ഉള്ളൂ. കാരണം പെട്ടെന്ന് കണ്ടു തീർക്കാനായിട്ട് വരുന്നവരാണെങ്കിൽ കണ്ടു കഴിയുമ്പോൾ ഒരുപാട് സമയം എടുക്കുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. കുറച്ച് സമയമെടുത്തായിരിക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലും പറയാൻ പോകുന്നത് കീബോർഡ് ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ പഠിച്ചെടുക്കാനും ചെയ്യാനും സാധിക്കുന്ന കുറെ ഷോർട്ട് കട്ട്സ് ഉണ്ട്. അപ്പൊ അതിലെ ഒരു ഓൾമോസ്റ്റ് 10 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അത് എ മുതൽ സെഡ് വരെയുള്ള ഷോർട്ട് കട്ട്സ് ആ പറയുന്നത്. അപ്പൊ ഇന്ന് അതിന്റെ ബാക്കിയാണ് പറയാൻ പോകുന്നത്. കുറച്ചായിട്ടാണ് പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. സോ പുതുതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക്, ഫാമിലി മെമ്പേഴ്സിനും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ടൊക്കെ അറിയിച്ചോളൂ. സമയം കിട്ടുന്ന അനുസരിച്ച് എല്ലാവർക്കും റിപ്ലൈ ഒക്കെ തരുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് Ctrl+J വരെയാണ് പറഞ്ഞു നിർത്തിയത്. അതായത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ J വരെ പറഞ്ഞു. അപ്പൊ ആ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ നേരെ പോയി നമ്മളുടെ ആ പഴയ ക്ലാസ്സുകൾ കൂടെ കണ്ടോളൂ. നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് കെ മുതലാണ്. അതായത് 5 കാര്യമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇപ്പോൾ എ മുതൽ സെഡ് വരെ നമുക്ക് ഒരു ദിവസം തന്നെ പറഞ്ഞു തീർക്കാം. പക്ഷെ അങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. സോ നമുക്ക് കുറച്ച് കാര്യങ്ങളായിട്ട് പഠിച്ചെടുക്കാം. ABCD നമ്മൾ J വരെയാണ് പറഞ്ഞത്. ഇന്നിപ്പം കെ ആണ്. സോ കെയുടെ കൂടെ നമ്മൾ ഈ ഷോർട്ട് കട്ട്സിന്റെ എല്ലാം കൂടെ ഉപയോഗിക്കുന്നത് കൺട്രോൾ ആണ്. സോ Ctrl+K എന്ന് പറഞ്ഞാല് ഹൈപ്പർ ലിങ്കിനുള്ള ഷോർട്ട് കട്ടാണ്. ഹൈപ്പർ ലിങ്ക് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാല്, നമ്മൾ ഹൈപ്പർ ലിങ്ക് ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു വേർഡിൽ, അല്ലെങ്കിൽ നമ്മൾ ഹൈപ്പർ ലിങ്ക് ആയിട്ട് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മളെ അതുമായി ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റൊരു പേജിലോട്ട് കൊണ്ടുപോവാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഹൈപ്പർ ലിങ്ക് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ അത് വിശദമായിട്ട് തന്നെ ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പൊ ഇന്ന് ജസ്റ്റ് ആ ഷോർട്ട് കട്ട് ഒന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഹൈപ്പർ ലിങ്ക് ആയിട്ട് സെറ്റ് ചെയ്യേണ്ട ആ ഒരു വാക്കിനെ ആദ്യം സെലക്ട് ചെയ്യുക. ഇപ്പം ഇതൊരു ജസ്റ്റ് ഞാനൊരു വാക്കൊന്ന് കൊടുക്കുന്നതേ ഉള്ളൂ. ഇന്ത്യ എന്ന് പറഞ്ഞൊരു വേർഡ് ഇതിനകത്തുണ്ടായിരുന്നു. സോ ഞാൻ ഇന്ത്യ എന്ന് പറയുന്നതിനെയാണ് ഹൈപ്പർ ലിങ്ക് ആയിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാകും. ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു വാക്കിനെ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഹൈപ്പർ ലിങ്ക് സെറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ കീയും അതുപോലെ തന്നെ ആൽഫബറ്റ് കീയും. നമ്മളിത് ഓൺ സ്ക്രീൻ കീബോർഡ് ആയതുകൊണ്ടാണ് കൺട്രോൾ കീ പ്രസ് ചെയ്തതിന് ശേഷം ആൽഫബറ്റ് കെ പ്രസ് ചെയ്യുന്നത്. നമ്മുടെ ലാപ്ടോപ്പിന്റെ കീബോർഡ് ആണെങ്കിലും സാധാരണ കമ്പ്യൂട്ടറിന്റെ കീബോർഡ് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഫിംഗർ ഈ ഒരു കൺട്രോൾ കീയിൽ പ്രസ് ചെയ്തിരിക്കണം. അടുത്ത ഫിംഗർ ആ ഒരു കറസ്പോണ്ടിങ് ആൽഫബറ്റിലും പ്രസ് ചെയ്തിരിക്കണം. ഈ 2 കീയും അറ്റ് ദ സെയിം ടൈം പ്രസ് ആയിരുന്നാൽ മാത്രമേ ഈ ഒരു കാര്യം വർക്ക് ആവത്തുള്ളൂ. ഇത് ഓൺ സ്ക്രീൻ ആയതുകൊണ്ടാണ് കൺട്രോൾ പ്രസ് ചെയ്തതിനു ശേഷം കീ പ്രസ് ചെയ്തത്. നമുക്ക് ഇങ്ങനെ ഒരു പേജ് കാണാം. അതായത് ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഒരു പേജ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ അഡ്രസ് എന്ന് പറയുന്നിടത്ത്, ഈ അഡ്രസ് എന്ന് പറയുന്ന സ്ഥലത്ത് വേണം നമുക്ക് ഈ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു വാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകേണ്ടത്. ഇപ്പൊ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇന്റർനെറ്റിലുള്ള വിക്കിപീഡിയ പേജിന്റെ അഡ്രസ് ആണ്. അപ്പൊ ആ അഡ്രസ് ഒക്കെ നമ്മൾ കോപ്പി ചെയ്യുകയൊക്കെ വേണം. ഇത് നേരത്തെ ഞാൻ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് എളുപ്പം തന്നെ പേസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ അത് വിശദമായിട്ട് തന്നെ ഇടാം. ഇന്നിപ്പോ ഷോർട്ട് കട്ട് പറയുന്നതേ ഉള്ളൂ. അഡ്രസ് എന്ന് പറയുന്നിടത്ത് ഞാൻ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിരുന്ന ആ ഒരു അഡ്രസ് ഇവിടെ പേസ്റ്റ് ചെയ്തു. അതായത് ഇന്ത്യ എന്ന് പറയുന്ന വാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് എങ്ങോട്ടേക്കാണോ പോകേണ്ടത് ആ പേജിന്റെ അഡ്രസ് വേണം ഇവിടെ കൊടുക്കാൻ. ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു വേർഡ് ഹൈപ്പർ ലിങ്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കാണുന്നത്. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബ്ലൂ കളറിൽ അണ്ടർലൈൻ ചെയ്താണ് കാണുന്നത്.
ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. അതായത് ബ്ലൂ കളറിൽ അണ്ടർലൈൻ ചെയ്തായിരിക്കും നമുക്ക് ഈ ഒരു ഹൈപ്പർ ലിങ്ക് കാണാൻ പറ്റുന്നത്. ഇന്ത്യ വിക്കിപീഡിയ എന്ന് പറയുന്നത് ഒരു ഹൈപ്പർ ലിങ്ക് ആണ്. കാരണം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതുമായി ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റൊരു പേജിലോട്ടാണ് നമ്മളെ കൊണ്ടുപോയിരിക്കുന്നത്, ഈ ഒരു പേജിൽ. അപ്പൊ ഈ പേജിന്റെ ഈ ഒരു അഡ്രസ് ആണ് ഞാൻ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചത്. ഇതിനെയാണ് നമ്മൾ നേരത്തെ ഹൈപ്പർ ലിങ്ക് ആയിട്ട് സെറ്റ് ചെയ്ത ഈ ഒരു പേജിൽ നമ്മൾ അഡ്രസ് എന്ന് പറയുന്നിടത്ത് കൊടുത്തത്. അതായത് Ctrl+K എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്ന ഈ ഡയലോഗ് ബോക്സിന്റെ അഡ്രസ് എന്ന് പറയുന്ന ഇവിടെ പേസ്റ്റ് ചെയ്തത്. ഇനി ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു നമ്മൾ സെറ്റ് ചെയ്ത കാര്യത്തിന് ഹൈപ്പർ ലിങ്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ ചെയ്തതാണ്, നമ്മൾ ആദ്യം ചെയ്ത് വെച്ച് പറയാം. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു പേജിലോട്ട് പോകാൻ ചെയ്യേണ്ട കാര്യം, നേരെ നമ്മൾ പോയി ഇന്ത്യ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടും പോകത്തില്ല. അപ്പൊ അവിടെ തന്നെ ഓൾറെഡി മെസ്സേജ് ഷോ ചെയ്ത് കാണിക്കും Ctrl+Click to follow ലിങ്ക്. അതായത് നമ്മള് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പേജിലോട്ട് പോകണമെങ്കിൽ കൺട്രോൾ കീയും അതുപോലെ തന്നെ ഇതേലും കൂടെ പ്രസ് ചെയ്യണം. ഇതിപ്പോ ഓൺ സ്ക്രീൻ കീബോർഡ് ആയതുകൊണ്ടാണ് കൺട്രോൾ പ്രസ് ചെയ്തതിന് ശേഷം ഞാൻ അതിലോട്ട് പ്രസ് ചെയ്തത്. നമ്മുടെ സാധാരണ ലാപ്ടോപ്പിന്റെ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിന്റെ ഒരു ഫിംഗർ കൊണ്ട് കൺട്രോൾ പ്രസ് ചെയ്തിരിക്കണം. എന്നിട്ട് നമ്മൾ ഇതിൽ പോയി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു പേജിലോട്ട് നമുക്ക് പോകാൻ പറ്റൂ. അപ്പൊ ഇതാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു വേർഡിനെ നമുക്ക് മറ്റൊരു പേജുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. അതിനെയാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൈപ്പർ ലിങ്ക് ചെയ്യാനുള്ള എളുപ്പ വഴിയാണ് Ctrl+K. സാധാരണ നമുക്ക് ഈ ഒരു പേജ് എടുക്കണമെങ്കിൽ അതിന് കുറച്ച് സ്റ്റെപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ സ്റ്റെപ്പിലൂടെ ഒന്നും നമ്മൾ പോകാതെ ഡയറക്റ്റ് നമുക്ക് ഈ ഒരു ബോക്സ് കിട്ടാനുള്ള ഷോർട്ട് കട്ടാണ്. ഇനിയിപ്പോ അടുത്ത ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാല് Ctrl+L. എന്ന് പറഞ്ഞാല് ലെഫ്റ്റ് സൈഡ് അലൈൻമെന്റ് കൊടുക്കാൻ വേണ്ടിയാണ്. ലെഫ്റ്റ് സൈഡ് അലൈൻമെന്റ്. അപ്പൊ എങ്ങനെയാണ് ലെഫ്റ്റ് സൈഡ് അലൈൻമെന്റ് നമുക്ക് കൊടുക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു ഡോക്യുമെന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡെല്ലാം അൺഈക്വൽ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ റൈറ്റ് സൈഡെല്ലാം എൻഡ് ചെയ്തിരിക്കുന്നത് ഒരുപോലാണ്. അപ്പൊ ഇതിനെ നമുക്ക് റൈറ്റ് അലൈൻ എന്ന് പറയാം. അതായത് റൈറ്റ് സൈഡെല്ലാം ഒരുപോലാണ്, ലെഫ്റ്റ് സൈഡ് ഒരുപോലെ അല്ല. അപ്പൊ ലെഫ്റ്റ് സൈഡ് അലൈൻമെന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ലെഫ്റ്റ് സൈഡെല്ലാം ഒരുപോലെ വരും, റൈറ്റ് സൈഡ് ഒരുപോലെ ആയിരിക്കത്തില്ല വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ലെഫ്റ്റ് അലൈൻമെന്റ് കൊടുക്കുക എന്ന് ചോദിച്ചാല് നമുക്ക് ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കാര്യവും സെലക്ട് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ നേരത്തെ പഠിച്ച ഷോർട്ട് കട്ട് Ctrl+A. കീബോർഡിലെ കൺട്രോൾ കീയും ആൽഫബറ്റ് എയും കൂടെ ഒരേ സമയം പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കാര്യവും ഒറ്റയടിക്ക് തന്നെ സെലക്ട് ആകും. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് അലൈൻമെന്റ് കൊടുക്കാനുള്ള ഷോർട്ട് കട്ട് കൺട്രോൾ കീയും ആൽഫബറ്റ് എല്ലും. ഇപ്പൊ കൊടുത്തപ്പോ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡ് എല്ലാം ഒരുപോലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, പക്ഷെ റൈറ്റ് സൈഡ് ഒരുപോലല്ല. അപ്പൊ ഇതിന് ലെഫ്റ്റ് അലൈൻമെന്റ് എന്ന് പറയാം. റൈറ്റ് സൈഡ് ഒരുപോലെ വന്നാല് റൈറ്റ് അലൈൻമെന്റ് എന്ന് പറയാം. അപ്പൊ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റ് കാണുമ്പോഴേ നമുക്കറിയാം ലെഫ്റ്റ് സൈഡ് ഒരുപോലല്ല, റൈറ്റ് സൈഡാണ് ഒരുപോലെ ഇരിക്കുന്നത്. അപ്പൊ ഇത് റൈറ്റ് അലൈൻമെന്റിലാണ് കിടക്കുന്നത്. നമുക്കിതിനെ ലെഫ്റ്റ് അലൈൻമെന്റ് ആക്കണമെങ്കിൽ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കാര്യവും ഒറ്റയടിക്ക് സെലക്ട് ചെയ്യാൻ Ctrl+A, അതിനുശേഷം ലെഫ്റ്റ് അലൈൻമെന്റ് കൊടുക്കാൻ Ctrl+L. സാധാരണ ലാപ്ടോപ്പ് കീബോർഡ് ആണെങ്കിൽ അറ്റ് ദ സെയിം ടൈം കൺട്രോൾ കീയും ആൽഫബറ്റ് എല്ലും കൂടെ പ്രസ് ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ ചെയ്തപ്പോൾ തന്നെ അത് റൈറ്റ് അലൈൻ മാറി ലെഫ്റ്റ് അലൈൻ ആയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു കുറച്ച് കാര്യം മാത്രം നമുക്ക് ലെഫ്റ്റ് അലൈൻ കൊടുത്താൽ മതിയെങ്കിൽ ആ ഒരു കാര്യത്തിനെ മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്യുക, അതിനുശേഷം കൺട്രോളും എല്ലും കൂടെ പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത ആ കാര്യം മാത്രം ലെഫ്റ്റ് അലൈൻ. ഇനിയിപ്പോ നമുക്ക് അടുത്ത ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാല് Ctrl+M ആണ്. എം എന്ന് പറഞ്ഞാൽ ഇന്റന്റ് എ പാരഗ്രാഫ് ആണ്. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വ്യത്യസ്ത മാർജിൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മൊത്തം പേജിന് നമുക്ക് വേണമെങ്കിൽ മാർജിൻ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യം മാത്രം സെറ്റ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് അതിന് മാർജിൻ കൊടുക്കാം. അപ്പൊ അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു Ctrl+M എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഇന്റന്റ് മാർജിൻ എന്ന് പറയും. ഇവിടെ നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിൽ തന്നെ കാണിക്കാം. നമുക്കിത് മൊത്തം സെലക്ട് ചെയ്യാനായിട്ട് Ctrl+A. ഇനി ഇന്റന്റ് മാർജിൻ കൊടുക്കാനായിട്ട് Ctrl+M. അതായത് കൺട്രോൾ കീയും എമ്മും കൂടെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ മാർജിൻ ഇച്ചിരി മുന്നോട്ട് മാറി. ഒന്നും കൂടെ കൺട്രോളും എമ്മും പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും മുന്നോട്ട് മാറി. അപ്പൊ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് മാർജിൻ ഇങ്ങനെ സെറ്റ് ചെയ്യാം. അതിനുള്ള ഷോർട്ട് കട്ട് കീ ആണ് Ctrl+M. കൺട്രോൾ കീയും ആൽഫബറ്റ് എമ്മും കൂടെ പ്രസ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള സിംഗിൾ പാരഗ്രാഫിനെ മാത്രം സെലക്ട് ചെയ്തിട്ടും മാർജിൻ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ചെയ്യേണ്ട കാര്യം നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്യുക,
അതിനുശേഷം മാർജിൻ സെറ്റ് ചെയ്യാൻ കൺട്രോൾ കീയും ആൽഫബറ്റ് എമ്മും കൂടെ പ്രസ് ചെയ്യുക. ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ ഇച്ചിരി മുന്നോട്ട് മാറും. വീണ്ടും ഒന്നുകൂടെ നമുക്ക് മാറ്റണമെങ്കിൽ വീണ്ടും കൺട്രോൾ പ്ലസ് എം, ഒന്നുകൂടെ മാറ്റണമെങ്കിൽ കൺട്രോൾ കീയും എം. അപ്പൊ ഇത് നമ്മൾ പ്രസ് ചെയ്യുന്ന അനുസരിച്ച് ഇത് മുന്നോട്ട് മാറിക്കൊണ്ട് ഇരിക്കും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മൊത്തം പാരഗ്രാഫിന് വേണമെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഒക്കെ നമുക്ക് ഇങ്ങനെ മാർജിൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ പ്രയാസമൊന്നുമില്ല, എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഇതൊക്കെ എല്ലാവരും പ്രയാസമായിട്ട് വിചാരിച്ചിരുന്ന, അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എളുപ്പം തന്നെ മാർജിൻ സെറ്റ് ചെയ്യാം. ഇനിയിപ്പോ നമ്മുടെ അടുത്ത ഷോർട്ട് കട്ട് കൺട്രോൾ പ്ലസ് എൻ ആണ്. എൻ എന്ന് പറഞ്ഞാൽ ന്യൂ, നമുക്ക് പുതിയ ഒരു പേജ് ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ്. അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മളിപ്പോ ഈ ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു പേജ് നമുക്ക് വേണ്ട, പുതിയൊരു പേജ് വേണമെങ്കിൽ അതിന് എളുപ്പ വഴിയാണ് കൺട്രോൾ കീയും അതുപോലെ തന്നെ ആൽഫബറ്റ് എന്നും കൂടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പ്രസ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ നമുക്ക് പുതിയൊരു പേജ്, പുതിയൊരു ഡോക്യുമെന്റ് ഇങ്ങനെ ക്രിയേറ്റ് ആയി വരും. അപ്പൊ എന്നു പറഞ്ഞാൽ ന്യൂ, പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ പ്ലസ് എൻ. കൺട്രോൾ കീയും ആൽഫബറ്റ് എന്നും കൂടെ ഒരേ സമയം പ്രസ് ചെയ്യണം. അപ്പൊ ഒന്നും കൂടെ കാണിച്ചു തരാം. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു പേജാണ്. സോ നമുക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ കൺട്രോൾ കീയും ആൽഫബറ്റ് എന്നും കൂടെ പ്രസ് ചെയ്യുക. അതായത് ന്യൂ പേജ് നമുക്ക് അവിടെ വരും. ഇനിയത്തേത് എളുപ്പമാണ്. എന്ന് കഴിഞ്ഞു, അടുത്തത് ഒ. ഒ എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ്. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ കിടക്കുന്ന ഫയൽസിനെ നമുക്ക് എളുപ്പം തന്നെ ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ്. അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം കൺട്രോൾ കീയും ഓയും കൂടെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോഴേ നമ്മുടെ ആ ഒരു പേജ് ഓപ്പണിലാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ സിസ്റ്റത്തിലോട്ട് പോകും. അപ്പൊ ഇവിടുന്ന് നമ്മുടെ ഫയൽ എവിടാണോ കിടക്കുന്നത് ആ ഫയലിനെ നമുക്ക് എളുപ്പം തന്നെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അത് രണ്ടും നമ്മൾ ലാസ്റ്റ് പറഞ്ഞ രണ്ടും എളുപ്പമുള്ള ഷോർട്ട് കട്ട്സ് ആണ്. കൺട്രോൾ പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ ന്യൂ പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്, ഒ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്യാനുള്ളത്. അപ്പൊ ഇന്ന് പഠിച്ചത് ഏറ്റവും എളുപ്പമുള്ളതാണ്, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഹൈപ്പർ ലിങ്ക് സെറ്റ് ചെയ്യാനൊക്കെ പ്രയാസമൊന്നുമില്ല. അപ്പൊ ഈ ഒരു ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ച് ഒന്ന് ചെയ്ത് നോക്കുക. കൺട്രോൾ പ്ലസ് കെ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ലിങ്ക് സെറ്റ് ചെയ്യാം. എൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് അലൈൻമെന്റ്. എം എന്ന് പറഞ്ഞാൽ ഇന്റന്റ്, അതായത് നമുക്ക് ഇഷ്ടമുള്ള മാർജിൻ കൊടുക്കാം. എൻ എന്ന് പറഞ്ഞാൽ ന്യൂ പേജ് ക്രിയേറ്റ് ചെയ്യാം. ഒ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ്. അപ്പൊ എല്ലാവരും ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്കത് എളുപ്പമായോ, നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചോ എന്നിവിടെ പറയുക. നാളെ ഇപ്പം നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.